നമസ്കാരം. ആത്മീയമായും ജ്യോതിഷപരമായും അതീവ പ്രാധാന്യമുള്ള ഒരു വർഷമാണ് 2026. ഈ വർഷത്തെ പുണ്യദിനങ്ങളിൽ ഏറ്റവും സവിശേഷമായ ഒന്നാണ് ജനുവരി 14. സൂര്യൻ തന്റെ ഉത്തരായണ പ്രയാണം ആരംഭിക്കുന്ന മകരസംക്രാന്തി ദിനം. ഇത്തവണ മകരസംക്രാന്തിക്കൊപ്പം മഹാവിഷ്ണു പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഷട്തിള ഏകാദശി കൂടി ഒരേ ദിവസം വരുന്നു എന്നത് ഈ ദിനത്തിന്റെ പുണ്യം ഇരട്ടിയാക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കും നമ്മെ നയിക്കുന്ന ഈ പുണ്യദിനത്തിന്റെ മഹത്വത്തെക്കുറിച്ചും നാം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി മനസ്സിലാക്കാം. സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് സംക്രമിക്കുന്ന ശുഭമുഹൂർത്തമാണ് മകരസംക്രമം. ഭാരതീയ സങ്കല്പമനുസരിച്ച് ഒരു വർഷത്തെ ഉത്തരായണമെന്നും ദക്ഷിണായനമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസക്കാലമാണ് ഉത്തരായണം. ഭൂമിയുടെ ചരിവ് മൂലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലേക്ക് നീങ്ങിയുദിക്കുന്ന ഈ കാലഘട്ടം ദേവന്മാരുടെ പകൽ എന്നാണ് അറിയപ്പെടുന്നത്. സത്കർമ്മങ്ങൾക്കും ആത്മീയ ഉപാസനകൾക്കും ഏറ്റവും ഉത്തമമായ സമയമാണിത്. ഭഗീരഥൻ ആകാശഗംഗയെ ഭൂമിയിലേക്കെത്തിച്ചതും മഹാവിഷ്ണു കൂർമാവതാരമെടുത്തതും ഉത്തരായണ കാലത്താണെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഇഷ്ടമുള്ളപ്പോൾ മരിക്കാൻ വരം ലഭിച്ച ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ കിടന്ന് തന്റെ പ്രാണത്യാഗത്തിനായി കാത്തിരുന്നത് ഈ ഉത്തരായണ പുണ്യകാലം ആരംഭിക്കാനായിരുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മരിക്കുന്നവർ പുനർജന്മമില്ലാത്ത ബ്രഹ്മപദത്തെ പ്രാപിക്കുമെന്നാണ് വിശ്വാസം. മകരസംക്രമം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓരോ മലയാളി മനസ്സിലും ആദ്യം തെളിയുന്നത് കലിയുഗവരദനായ മണികണ്ഠന്റെ രൂപമാണ്. മഹിഷി നിഗ്രഹത്തിനു ശേഷം അയ്യപ്പൻ ശബരിമലയിലെ വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നത് ഒരു മകരസംക്രാന്തി ദിനത്തിലാണെന്നാണ് ഐതിഹ്യം. അയ്യപ്പസ്വാമിയുടെ ജനനം ഈ പുണ്യദിനത്തിലാണെന്നും വിശ്വസിക്കപ്പെടുന്നു. മകരസംക്രമം ദിവസം പന്തളത്ത് നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണങ്ങൾ ഭഗവാന് ചാർത്തി ദീപാരാധന നടത്തുമ്പോൾ പൊന്നമ്പലമേട്ടിൽ ദിവ്യമായ മകരജ്യോതി തെളിയുന്നു. ആകാശത്ത് മകരനക്ഷത്രം ഉദിക്കുന്ന ആ നിമിഷം ലക്ഷക്കണക്കിന് ഭക്തർ ശരണവിളികളാൽ സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കുന്നു. 2026 ജനുവരി 14 മറ്റൊരു സവിശേഷത അത് ഷട്തിള ഏകാദശി കൂടിയാണ് എന്നതാണ്. മാഘമാസത്തിലെ കറുത്ത പക്ഷത്തിൽ വരുന്ന ഈ ഏകാദശി പാപനാശത്തിനും മോക്ഷപ്രാപ്തിക്കും ഉത്തമമാണ്. തില എന്നാൽ എള്ള് എന്നാണർത്ഥം. 6 തരത്തിൽ എള്ളുപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഷട്തിള ഏകാദശി എന്ന് വിളിക്കുന്നത്. എള്ള് ചേർത്ത വെള്ളത്തിൽ കുളിക്കുക, എള്ളരച്ചു ശരീരത്തിൽ തേക്കുക, എള്ളുകൊണ്ട് ഹോമം നടത്തുക, എള്ളു ചേർത്ത ജലം കൊണ്ട് തർപ്പണം നടത്തുക, എള്ളുകൊണ്ടുള്ള ആഹാരം കഴിക്കുക, എള്ള് ദാനം ചെയ്യുക. ഈ പുണ്യദിനത്തിൽ ഐശ്വര്യസിദ്ധിക്കായി നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുക. ഇത് നമ്മുടെ ബുദ്ധിയെയും ആരോഗ്യത്തെയും ഉണർത്തുന്ന സമയമാണ്. എള്ള് ചേർത്ത വെള്ളത്തിൽ സൂര്യോദയത്തിനു മുൻപ് കുളിക്കുന്നത് ശരീരത്തിലെ നെഗറ്റീവ് ഊർജത്തെ പുറന്തള്ളാൻ സഹായിക്കും. വീടിന്റെ ഉമ്മറത്ത് നിലവിളക്ക് തെളിച്ചു പ്രാർത്ഥിക്കുക. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന മകരസംക്രമ സന്ദേശം ജീവിതത്തിൽ പകർത്തുക. ഈ ദിവസം വിഷ്ണു സഹസ്രനാമം, ആദിത്യഹൃദയം എന്നിവ ജപിക്കുന്നത് സൂര്യപ്രീതിക്കും വിഷ്ണുപ്രീതിക്കും ഉത്തമമാണ്. കൂടാതെ താഴെ പറയുന്ന സിദ്ധമന്ത്രങ്ങൾ 108 തവണ ജപിക്കുക. ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജ്യോതിഷകരമായ ദോഷങ്ങൾ മാറാൻ ഈ ദിവസം ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്യാം. മകരസംക്രാന്തിയിൽ പിതൃക്കൾക്കായി തിലതർപ്പണം നടത്തുന്നത് പിതൃദോഷങ്ങൾ നീങ്ങാൻ സഹായിക്കും. ഏകാദശി കൂടിയായതിനാൽ വീടിന്റെ തെക്കുഭാഗത്ത് എള്ളെണ്ണയൊഴിച്ചു വിളക്ക് തെളിയിക്കുന്നത് ശുഭകരമാണ്. ശനി, രാഹു, കേതുദോഷങ്ങളുള്ളവർ എള്ള് കിഴികെട്ടി എള്ളെണ്ണയിൽ വിളക്ക് തെളിയിക്കുക. പാവപ്പെട്ടവർക്ക് എള്ള്, ശർക്കര, പുതപ്പ്, വസ്ത്രം എന്നിവ ദാനം ചെയ്യുന്നത് കഷ്ടതകൾ നീക്കി സമൃദ്ധി നൽകും. പക്ഷിമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതും പുണ്യമാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ അന്നേ ദിവസം പൂർണ്ണമായോ ഭാഗികമായോ ഉപവസിക്കുക. പകലുറക്കം ഒഴിവാക്കുക.
ദശമി നാൾ രാത്രി മുതൽ വ്രതം ആരംഭിച്ച് ഏകാദശി ദിവസം ഭഗവത് ചിന്തയിൽ കഴിയണം. ജനുവരി 15-ന് ദ്വാദശി ദിവസം ശുദ്ധി വരുത്തി തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക, പാരണ വീട്ടുക. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അറിഞ്ഞും അറിയാതെയും ചെയ്ത സർവ്വ പാപങ്ങളും കഴുകിക്കളയപ്പെടുമെന്നാണ് വിശ്വാസം. ദേവന്മാരുണർന്നിരിക്കുന്ന ഈ ഉത്തരായണ പുണ്യകാലം നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. സച്ചിന്തകളും സത്കർമ്മങ്ങളും വഴി ഈ കാലയളവിനെ നമുക്ക് ധന്യമാക്കാം. മകരസംക്രമം നൽകുന്ന വെളിച്ചം എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള ആധ്യാത്മിക അറിവുകൾക്ക് ജ്യോതിഷവാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.